നസീർ സാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ പാടെ പേടിച്ചു പോയി. പക്ഷെ എന്തെങ്കിലും ആവട്ടെ വെച്ചാൽ നമുക്ക് എന്നുള്ളൊരു ഇതാണല്ലോ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ ചെയ്യും. അയ്യോ മനഃപൂർവ്വമല്ല പറഞ്ഞിട്ട് നിൽക്കില്ലേ, ആ അവസ്ഥയായിരുന്നു. ആക്ച്വലി ഈ കഥയാണെങ്കിലും അല്ലെങ്കിൽ നസീർ സാർ അനുഗ്രഹിച്ച കഥയാണെങ്കിലും ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അതൊരു കഥയുള്ളൂ നമ്മളുടെ ജീവിതത്തിൽ വലുതായിട്ട് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട്. 3ാം മുറ കഴിഞ്ഞ് ഞാനിപ്പോൾ അല്പസ്വല്പം മിമിക്രി ഒക്കെ തുടങ്ങിയ ഒരു ടൈമായിരുന്നു. ഞാൻ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നും അല്ല, മമ്മൂക്ക ഒഴിച്ച് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും അതിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇവരെയൊക്കെ മാനറിസംസും അവർ സംസാരിക്കുന്ന രീതിയും ഇരിക്കുന്ന രീതിയും നടക്കുന്ന രീതിയും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ബാത്റൂമിൽ പോയിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക. അതാണല്ലോ നമ്മൾക്കൊരു സുരക്ഷിതമായ, ആരും ചോദിക്കില്ല കാണില്ല എന്നൊക്കെ പറഞ്ഞൊരു. അവിടെ പക്ഷെ എന്റെ സൗണ്ടൊക്കെ മാറി വന്നപ്പോൾ എന്റെ ചേച്ചി ഒന്ന് ആരടി ഇത് പുരുഷ ശബ്ദമൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞു. ബഡായി ബംഗ്ലാവിന്റെ ആ ഒരു സെറ്റ് എക്സ്പീരിയൻസ് ഞാനിങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളോട് ഞാൻ ചോദിച്ചു ഈ ക്യാരക്ടർ ഏറ്റെടുക്കാൻ പറ്റും, അവരാരും ഏറ്റെടുത്തില്ല എന്നാണ്. ബിക്കോസ് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കാര്യം ഈ പറയണേ, ഓൾ ദ ആക്ടേഴ്സ്, നോട്ട് ടെലിവിഷൻ ബട്ട് ഫിലിം ആക്ടർ. സിനിമയിൽ ആദ്യം തുടങ്ങിയപ്പോഴും ആദ്യം ഞാനാണ് തുടങ്ങി വെച്ചത്. The first female presenter was me. എല്ലാം ഒരു ടീം വർക്കാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വൺ മാൻ ഷോ, വൺ വുമൺ ഷോ. ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭയങ്കര ഹിറ്റ് ആവുന്നില്ല. അന്ന് ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് സുകുമാരിയമ്മ, അല്ലെങ്കിൽ കൽപ്പന മാം ആണെങ്കിലും മാം ആണെങ്കിലും. അപ്പൊ നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്റെ പേര് പറഞ്ഞപ്പോ എനിക്ക് സങ്കടമായി. അന്ന് ഒരു ഭാഗ്യം നമ്മളുടെ വെച്ചാൽ നമുക്ക് അവരൊപ്പം ഒക്കെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് അവർ മാത്രമല്ല, ഇപ്പം മാളച്ചേട്ടനായാലും അങ്ങനെ പപ്പു ചേട്ടനായാലും എല്ലാവരുടെ ഒപ്പം എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. മലയാളം ഞാൻ പഠിക്കുന്നത് പ്രീ ഡിഗ്രിയിലാണ്. അതെയോ? അതെ. പല മീഡിയയിലും പലപ്പോഴും വളരെ തെറ്റായിട്ട് ഞാൻ ജനിച്ചത് നൈജീരിയയിലാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആക്ച്വലി അങ്ങനെയല്ല, ഞാൻ ജനിച്ചത് കൊച്ചിയിലാണ്, സിറ്റി ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത്. എന്താണ് ഈ RGM? RGM എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് വെച്ചിട്ടാണ് ഈ കമ്പനി. അത് രാധ ഗോപാലകൃഷ്ണ മേനോൻ. നമുക്ക് ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഒരിക്കലും വരരുതേ ഈശ്വര എന്നാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അതാണ്. ഹായ്, ദിസ് ഇസ് മീനാക്ഷി, വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. നമ്മൾ പണ്ട് മുതലേ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുന്ന കുറച്ച് മൂവീസ് ഉണ്ട്. പറക്കുന്നളിക അല്ലെങ്കിൽ പഞ്ചാബി ഹൗസ് പോലുള്ള അങ്ങനെയുള്ള മൂവീസിലൂടെയും ബഡായി ബംഗ്ലാവ് എന്ന TV ഷോയിലൂടെയും നമ്മുടെ മനസ്സിൽ കയറിയ ഒരാളുണ്ട്, പ്രസീത മേനോൻ. നമ്മുടെ കൂടെ ആളിപ്പോൾ ഉണ്ട്. വെൽക്കം ടു സൈന സൗത്ത് പ്ലസ് മാം. താങ്ക്സ് എ ലോട്ട്. ആക്ച്വലി ഞാനൊരു കൺഫ്യൂഷനിലാണ്, 3ാം മുറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ അതോ RGM നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളത്. എന്തായാലും ഇപ്പൊ ലേറ്റസ്റ്റ് വെഞ്ചർ നമുക്ക് RGM ആണ്. RGM-നെ പറ്റി പറഞ്ഞു തുടങ്ങാം. RGM ഈ Feb 18 അതിൻ്റെ സോഫ്റ്റ് ലോഞ്ച് ഹാപ്പൻ ചെയ്ത്. അത് ലൈക്ക് അതിൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് ഭാവനയാണ്, ലോഗോ ലോഞ്ച് ചെയ്ത് വിനയൻ സാറാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ആക്ച്വലി RGM വെഞ്ചേഴ്സ്? RGM വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എൻ്റർടൈൻമെൻറ്റ് കമ്പനി. ആൻഡ് അതിൽ ഫിലിം പ്രൊഡക്ഷൻ ഉണ്ട്, ദെൻ തിയേറ്റർ പ്ലേ പ്രൊഡക്ഷൻസ് ഉണ്ട്, പിന്നെ ടെലിവിഷൻ ഇവൻറ്റ്സ്, ലൈവ് ഷോസ്, അല്ലാതെ തന്നെയുള്ള സ്റ്റേജ് ഷോസ്, അങ്ങനെ എല്ലാം കൂടെ കലർന്ന അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം കൂടെ കലർന്നിട്ടാണ് RGM വെഞ്ചേഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നിൽക്കുകയാണ്, എല്ലാവരും അറിഞ്ഞറിഞ്ഞ് വരികയാണ് RGM-നെ പറ്റിയിട്ട്. ആക്ച്വലി നൈജീരിയയിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞാൽ പലരും ഇപ്പോഴും അറിയണം എന്നില്ല, വിശ്വസിക്കണം എന്നില്ല. കാരണം 6th വരെ സണ്ണി ഫീൽഡ്സ് പ്രൈമറി സ്കൂൾ, റൈറ്റ്, അവിടെ പഠിച്ച് 6th കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണോ മലയാളം ഒക്കെ പഠിച്ചു തുടങ്ങിയത്? ആണ്, മലയാളം ഞാൻ പഠിക്കുന്നത് പ്രീ ഡിഗ്രിയിലാണ്. അതെയോ? അതെ. എനിക്ക് മലയാളം കഴിയുമ്പോൾ പറയാനൊക്കെ അറിയാം. ഈ നൈജീരിയയുടെ കൺഫ്യൂഷൻ ഞാൻ മാറ്റിത്തരാം. കാരണം പല മീഡിയയിലും പലപ്പോഴും വളരെ തെറ്റായിട്ട് ഞാൻ ജനിച്ചത് നൈജീരിയയിലാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആക്ച്വലി അങ്ങനെയല്ല, ഞാൻ ജനിച്ചത് കൊച്ചിയിലാണ്, സിറ്റി ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രൈമറി സ്കൂൾ ഡേയ്സ് അതൊക്കെ ചെയ്ത് നൈജീരിയ. ബിക്കോസ് എൻ്റെ അച്ഛൻ അഡ്വക്കേറ്റ് ആണ്, ബട്ട് ഹി വാസ് വർക്കിംഗ് ഫോർ എ ഷിപ്പിംഗ് കമ്പനി ദെയർ. അപ്പോൾ ഞങ്ങൾ ഹോൾ ഫാമിലി അവിടെയായിരുന്നു. അപ്പോൾ എൻ്റെ പ്രൈമറി സെക്ഷൻ ലൈക്ക് സണ്ണി ഫീൽഡ്സ് പ്രൈമറി സ്കൂൾ, അപ്പോൾ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ വി വെയർ ഇൻ നൈജീരിയ, വെസ്റ്റ് ആഫ്രിക്ക, ലാഗോസിലായിരുന്നു. അത് കഴിഞ്ഞ് 6th കഴിഞ്ഞ് നാട്ടിലേക്ക് അല്ല, അത് കഴിഞ്ഞിട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് അവിടെ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഒരുപാട് വേഴ്സായി. അപ്പോൾ ഒരു മിലിറ്ററി കൂ പോലെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഫാമിലി നിൽക്കണ്ട. ബേസിക്കലി അവിടെ ഉള്ളവർ പറഞ്ഞു ഇറ്റ്സ് നോട്ട് സേഫ്. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും പിന്നെ ബാക്കി പഠനം 7th അഡ്വന്റിസ്റ്റിലാണ് ചെയ്തത്, കല്ലൂർ. ആക്ച്വലി മലയാളമൊക്കെ അപ്പോഴേ സംസാരിക്കുമായിരുന്നു? മലയാളമൊക്കെ പിന്നെ വീട്ടിൽ മലയാളമല്ലേ നമ്മൾ സംസാരിക്കണം, ഫ്ലുവന്റ് ആയിട്ട് തന്നെ സംസാരിക്കും. പഠിച്ചു തുടങ്ങിയത്? അതെ, ഞാൻ എഴുതാനും, കാരണം നമ്മൾ പറയില്ല നമ്മുടെ മാതൃഭാഷയെ പഠിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് ദൃഢമായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സാധിച്ചത് പ്രീ ഡിഗ്രിക്ക് വന്നു, സെന്റ് റിസസിൽ. അന്നൊക്കെ പ്രീ ഡിഗ്രിയാണ്. ഇപ്പൊ നിങ്ങളുടെ +1 +2, അന്ന് ഞങ്ങൾക്ക് പ്രീ ഡിഗ്രിയാണ്. അതെ. അപ്പോൾ LHH എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ ഹിസ്റ്ററി.
അപ്പോൾ അവിടെയാണ് അപ്പോൾ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഞാൻ മലയാളം എടുത്തത്. അപ്പോൾ അതിന് മുമ്പ് ഇറ്റ് വാസ് ഫ്രഞ്ച് ഫോർ മീ, ഫ്രഞ്ച് അതുപോലെ തന്നെ സ്പെഷ്യൽ ഇംഗ്ലീഷ് സ്കൂൾ ടൈമിൽ. അപ്പോൾ ഞാൻ ആയിത്തോട്ട് ഓക്കെ ഫൈൻ, എനിക്ക് മലയാളം പഠിക്കണം. അങ്ങനെ ഞാൻ മലയാളം പഠിക്കാൻ തീരുമാനിച്ച് എടുത്തതാണ്. ഞാനിത് ആളുകൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതിന്റെ റീസൺസ് ബിക്കോസ് അത്രയും രസമായിട്ടാണ് സംസാരിക്കുന്നത്, നമുക്ക് തോന്നില്ല, ഫീൽ ചെയ്യില്ല വേറൊരു സ്ഥലത്ത് ജനിച്ചല്ല വളർന്ന ഒരാളാണെന്നുള്ള ഫീലിംഗ് വരാത്തോണ്ടാണ് ഞാൻ ചോദിച്ചത്. ആക്ച്വലി മൂന്നാം മുറയിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു? മൂന്നാം മുറയിലേക്ക് വാട്ട് ഹാപ്പൻഡ് ഇസ് സെവൻ ആർട്സ് ഫിലിംസ് ഉണ്ട്, സെവൻ ആർട്സ് ഫിലിംസ് ഇന്റർനാഷണൽ. അവർ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ്, വിജയകുമാർ സർ ആൻഡ് ജയകുമാർ സർ. ഐ മീൻ ഐ കോൾ ദം അങ്കിൾ, ബട്ട് ഫോർ മീഡിയ ഐ ഷുഡ് സേ ലൈക്ക് ദാറ്റ്. സോ അവരിങ്ങനെ മീൻസ് വി വേ ഹാവിങ് എ ഡിന്നർ, ഫാമിലി ഡിന്നർ. സോ ഇങ്ങനെ മൂന്നാം മുറ എന്ന് പറഞ്ഞൊരു പടം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അതിൽ രണ്ട്, അതായത് ഈ ഹോം മിനിസ്റ്ററുടെ പേരക്കുട്ടികളെ വേണേ, 2 പേരക്കുട്ടികൾ. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്നപ്പോഴൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു അങ്കിളെ ഞാനില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ല, നീ വാ, എല്ലാ ദിവസവും ഒരു ഡയറി മിൽക്കൊക്കെ റെഡിയാക്കാം, നമ്മൾ 7ാം ക്ലാസ് പഠിക്കില്ല, നമുക്കൊന്നും അറിയില്ല, ബ്രൈബ് ചെയ്ത് കൊണ്ടുപോവാ എന്ന് പറയാം. അപ്പം ഞങ്ങളുടെ ഹോൾ ഫാമിലി പോകും ഷൂട്ടിലൊക്കെ. അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ വളരെ ആക്സിഡൻ്റലി സിനിമയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ കയ്യിൽ വരണം എന്ന് വെച്ചിട്ട് വന്നതല്ല. അതെ. ആക്ച്വലി ഈ കഥയാണെങ്കിലും അല്ലെങ്കിൽ നസീർ സാർ അനുഗ്രഹിച്ച കഥയാണെങ്കിലും നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, കേൾക്കാനുള്ള കൗതുകം കൊണ്ടാണ് ചോദിക്കുന്നത്. അതാണ് ഞാനിങ്ങനെ റിപ്പീറ്റഡ്ലി പറയുമ്പോൾ ആൾക്കാർക്ക് വീണ്ടും അതേ കഥ തന്നെയുള്ള പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ അതൊരു കഥയുള്ളൂ നമ്മളുടെ ജീവിതത്തിൽ വലുതായിട്ട് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഈ പറഞ്ഞ പോലെ മൂന്നാം മുറ കഴിഞ്ഞ് ഞാനിപ്പോൾ അല്പം സ്വല്പം മിമിക്രി ഒക്കെ തുടങ്ങിയ ഒരു ടൈമായിരുന്നു. ഞാൻ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ മൂന്നാം മുറയുടെ സെറ്റിൽ നമ്മൾ ഐ മീൻ ഇന്നസെന്റ് അങ്കിൾ തൊട്ട് എല്ലാവരും ഒരു ഐ മീൻ മമ്മൂക്ക ഒഴിച്ച് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവരെയൊക്കെ മാനറിസംസും അവർ സംസാരിക്കുന്ന രീതിയും ഇരിക്കുന്ന രീതിയും നടക്കുന്ന രീതിയും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും, ബാത്റൂമിൽ പോയിട്ടാണ് ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അതാണല്ലോ നമ്മൾക്കൊരു സുരക്ഷിതമായ, ആരും ചോദിക്കില്ല കാണില്ല എന്നൊക്കെ പറഞ്ഞൊരു. അവിടെ പക്ഷേ എൻ്റെ സൗണ്ടൊക്കെ മാറി വന്നപ്പോൾ എൻ്റെ ചേച്ചി ഒന്ന് ആരടി ഇത് പുരുഷ ശബ്ദമൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര. പിന്നെ എൻ്റെ ചേച്ചി സിസ്റ്റർ പ്രിയ, മൂത്ത ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞ് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്തിട്ട് ദെൻ യു ക്യാൻ ഗോ ഫോർ കോമ്പറ്റീഷൻസ്, യുവജനോത്സവം. അത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫംഗ്ഷൻ വന്ന് വൈശാലി എന്ന് പറയുന്ന പടത്തിൻ്റെ 100 ഡേയ്സോ 200 ഡേയ്സ് ആയിരുന്നു ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് നടത്തിയത്. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു ക്ഷണം വന്നു, ഒരു ഗ്യാപ്പ് ഉണ്ട് മിമിക്രി പറയാൻ, അപ്പോൾ നിനക്ക് ചെയ്തുകൂടെ? ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ നസീർ സാർ, അങ്ങനെ മമ്മൂക്ക, ലാലേട്ടൻ, ഒരു ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾ, അതായത് മെയിൽ വോയിസ് അന്ന് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ശരിക്കും എനിക്കൊരു വേദി കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ ഞാനിത് ഐ മീൻ എൻ്റെ ഇത് തുടങ്ങുന്നതിൻ്റെ കുറച്ച് നേരം മുമ്പ് അവിടുന്ന് മറ്റേ ആങ്കർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നസീർ സാറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ബിക്കോസ് ദേ വെർ ഇൻവൈറ്റീസ്. അപ്പം ഞാൻ ആ പാടെ പേടിച്ചു പോയി. കാരണം നമുക്ക് മിമിക്രി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നവർ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആ ഒരു ധൈര്യത്തിലാണ് അങ്ങോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്യുന്നവർ മുമ്പിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് സൂക്ഷിക്കണം, ഒഫൻഡഡ് ആവോ. പിന്നെ എനിക്ക് അവിടെ പേടിയും ഭയവും എല്ലാം കൂടെ എടുത്ത് ടെൻഷനായി പോയി. പക്ഷെ എന്തെങ്കിലും ആവട്ടെ വെച്ചാൽ നമുക്ക് എന്നുള്ളൊരു ഇതാണല്ലോ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞ കൊടുക്കൽ മൂപ്പരിങ്ങനെ മെല്ലെ ഇരിക്കലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര പണി, ഇനി എന്തെങ്കിലും പറ്റാത്തതാണോ എന്താണെന്ന് അറിയില്ല, എന്താ മൂപ്പർക്ക് തോന്നിയത്. അതെ, അങ്ങനെ നടന്ന് സ്റ്റേജിലേക്ക് കയറി വന്ന് അടുക്കുംതോറും നമ്മളിങ്ങനെ അയ്യോ മനഃപൂർവ്വമല്ല പറഞ്ഞിട്ട് നിൽക്കില്ലേ, ആ അവസ്ഥയായിരുന്നു. വന്ന് അതേപോലെ തന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നിന്റെ കലയോണ്ട് തന്നെ നീ അറിയപ്പെടും എന്ന്. ആക്ച്വലി മേ ബി ദാറ്റ്സ് വെരി ഇറ്റ് ഹാപ്പൻഡ്. മനസ്സറിഞ്ഞ് ബ്ലസ് ചെയ്യാന്ന് പറയുന്നത് അതാണ് ആക്ച്വലി സംഭവിച്ചത്. അത് മഹാഭാഗ്യം. ആക്ച്വലി ഈ മിമിക്രി എന്നുള്ളൊരു ടാലന്റ് അല്ലെങ്കിൽ അത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം എന്നുള്ളൊരു തോട്ട് എങ്ങനെയാണ് വന്നത്? അല്ല, അത് ഈ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയോ വന്നു എന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങനെ ഇത് തുടങ്ങിയാൽ നമുക്കറിയില്ലല്ലോ. ബിക്കോസ് യുവർ ത്രോട്ട് ഷുഡ് ഓൾസോ അത് സിങ്ക് ചെയ്ത് അത് ആ ശബ്ദങ്ങളായിട്ടൊക്കെ എല്ലാം കറക്റ്റായിട്ട് വരണ്ടേ. കാരണം ഓരോ മോഡുലേഷൻസ് ഓരോരുടെ സൗണ്ടും വളരെ വ്യത്യാസമാണ്. അപ്പം അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയോ അത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഇറ്റ് ജസ്റ്റ് കെയിം. ഐ മീൻ ഐ ഡോണ്ട് നോ ഹൗ, ബട്ട് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. സം മാജിക്, ദാറ്റ്സ് ഇറ്റ്. അത്രേ എനിക്കറിയുള്ളൂ. അത് പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്തു. ഐ മീൻ ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഓക്കെ കുറേ ഇവരൊക്കെ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ബിക്കോസ് അവർ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഫിലിം ഡയലോഗ്സ് ആണ് നമ്മൾ ഉപയോഗിക്കണേ അവർ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ദെൻ ഇറ്റ് ജസ്റ്റ് കെയിം. ദാറ്റ്സ് വാട്ട് ആൻഡ് എവറിത്തിങ് ജസ്റ്റ് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയി. ആക്ച്വലി ഈ RGM തിരിച്ചു വരികയാണെങ്കിൽ എന്താണ് ഈ RGM?
RGM എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് വെച്ചിട്ടാണ് ഈ കമ്പനി. അത് രാധ ഗോപാലകൃഷ്ണ മേനോൻ. അതിന്റെ ഷോർട്ട് ഫോം ആക്കിയാണ് RGM. തീർച്ചയായും നമ്മുടെ അച്ഛനും അമ്മയുള്ളതല്ല അല്ലേ, കാരണം അവരുടെ ആ ഒരു അനുഗ്രഹവും ആ ഒരു ഇതുമാണ് നമ്മൾക്ക്. ഞങ്ങളുടെ എന്നെ സംബന്ധിച്ചും ഞാൻ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. അതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ളൊരു തോട്ട് വന്നത്? അല്ല, ബേസിക്കലി എനിക്കിത് മുമ്പേ ഈ ഒരു തോട്ട് ഉണ്ടായിരുന്നു. ഐ മീൻ ലൈക്ക് നേരത്തെ കുട്ടി ഞാൻ ഇതിനെക്കുറിച്ച്, ബിക്കോസ് നമ്മൾ സിനിമയിൽ ഇത്രയും വർഷങ്ങളുണ്ടായിരുന്നു, നമുക്ക് അതിൽ നിന്ന് കിട്ടിയ സ്നേഹവും അതുപോലെ അംഗീകാരങ്ങളും പിന്നെ ആൾക്കാർ കാണുമ്പോഴുള്ള നമ്മളെ റെക്കഗ്നൈസ്, ഇതൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരിച്ച് സിനിമയ്ക്ക് കൊടുക്കുക, ഒരു കോൺട്രിബ്യൂഷൻ. So this is what I felt that this is the right platform. Why not we go into it? This is the right time to get into it. എന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോ ഇപ്പൊ എന്താ പറയാ, സാക്ഷാത്കരിക്കുക, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ്. എക്സാക്ട്ലി. വണ്ടർഫുൾ. ആക്ച്വലി ഇപ്പം ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് സ്റ്റേജ് ഈ പറഞ്ഞ പോലെ വൈശാലിയാണ് എന്റെ ഫസ്റ്റ് സ്റ്റേജ്. അതെ, എപ്പിക് മൊമെന്റ് ആണ്. ബിക്കോസ് that was the first stage I got. കാരണം എനിക്ക് ഇങ്ങനെ കാര്യമുണ്ട്, ഞാൻ അതൊക്കെ ചെയ്തു തുടങ്ങണമെന്ന് കുറച്ചു പേർക്കൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഫസ്റ്റ് പ്രോഗ്രാം ആണ് ഇത്. സോ ദാറ്റ് ഇറ്റ്സെൽഫ് ബിക്കേം എ ഹിസ്റ്റോറിക് മൊമെന്റ് ഇൻ മൈ ലൈഫ്. ഏത് ഇയറിലായിരുന്നു? അത് എനിക്ക് തോന്നുന്നു മൂന്നാം മുറ ഹാപ്പൻ ഇൻ 1988. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇയറിലാണ് 88, അപ്പോൾ 89 ആണ് വൈശാലി റിലീസായത്. അപ്പൊ ആ വർഷം തന്നെയാണ്, ആ വർഷം ടുവേർഡ്സ് കുറെ ഈ പടം ഒരു 6 മാസം 7 മാസം ഓടുമ്പോൾ തന്നെ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി, അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നല്ലോ. ആൻഡ് ദെൻ 6 monthsന്റെ ഉള്ളിൽ തന്നെ ദ പ്രോഗ്രാം ഹാപ്പൻഡ്. അതാണ് ആക്ച്വലി ആ സമയത്തൊക്കെ ഈ ഫീൽഡിലേക്ക്, മീഡിയ ഫീൽഡിലേക്ക് തന്നെ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം കുറവാണ് എന്ന് പറയാം, മിമിക്രി പോലെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഫാമിലിയുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഇല്ല, അവർക്ക് വളരെ സന്തോഷം, ദേ വർ വെരി സപ്പോർട്ടീവ്. കാരണം എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ, അമ്മയ്ക്കും അതെൻ്റെ ചേച്ചിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ എന്ന് വെച്ചാൽ ഒരു കാര്യം, ഒരു കണ്ടീഷൻ അച്ഛൻ വെച്ചെന്താ വെച്ചാൽ, നിന്റെ പഠിത്തം നീ ഒരിക്കലും വിടരുത്. ഐ മീൻ യു ഷുഡ് കംപ്ലീറ്റ് വാട്ട് എവർ യു സ്റ്റാർട്ടഡ്. ഇത് നിനക്ക് നിന്റെ ഹോബി ആയിട്ട് യു ലൈക്ക് സംതിങ്, സോ ദേ എൻകറേജ് യു. അത് നോക്കിയും കണ്ടു. പക്ഷെ പഠിത്തം വിടാണ്ട് നമ്മൾ അതും കൂടെ പെർസ്യൂ ചെയ്യണം. അപ്പോൾ ഈ 2 ബോട്ടിൽ കലുവെക്കുന്നതിൻ്റെ അവസ്ഥയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ സംഹൗ ഐ വാസ് ഏബിൾ ടു മാനേജ് ഇറ്റ്. അതുകൊണ്ട് പഠിക്കാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ അങ്ങോട്ട് മാനേജ് ചെയ്ത് പോയി. അപ്പോൾ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഈ ആ സമയത്ത് ഒരു ഓടായിട്ട്, ലൈക്ക് ആൾക്കാർക്ക് ഓടായി തോന്നിയേക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അതായത് ഒരു വുമൺ വന്ന് ഇത് മിമിക്രി ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെ ക്രിറ്റിസിസംസ് ആയിട്ട് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ ആ സമയത്ത്? ഇല്ല, അങ്ങനെയില്ല. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഓടല്ല. See, that was something new. അപ്പോൾ even for the judges it was like, you know, oh, this is something different. കാരണം സ്ഥിരം കേൾക്കണ ഒരു ഇതല്ലല്ലോ. ഇപ്പൊ ചിലവര് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ യുവജനോത്സവം അവിടെയൊക്കെ പോണ ടൈമില് നമ്മളുടെ ടിനി ടോം, പക്രുച്ചേട്ടൻ, അവരെല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഇവന്തോ അവരും ആണുങ്ങളെയാണ്, ലൈക്ക് ആർട്ടിസ്റ്റുകളെയാണ് അവരും അനുകരിച്ചിരുന്നത്. പക്ഷെ ഞാനൊരാൾ വന്നിട്ട് പെട്ടെന്ന് ആണുങ്ങളുടെ സൗണ്ട് എടുക്കുമ്പോൾ the entire scenario is like, oh my god, what is happening? അങ്ങനത്തെ ഒരു സാധനം വരുമല്ലോ. എന്തോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രൈസും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടു. അതെ, രക്ഷപ്പെട്ടു. അതെ, കോർപ്പറേറ്റ് ലോയർ ആണ്, പ്ലസ് ആർട്ടും ഉണ്ട്. അതെ, രണ്ടും കൂടി ബാലൻസ് ചെയ്ത് എങ്ങനെ എടുക്കുന്നു? അല്ല, ദാറ്റ്സ് ബിക്കോസ് ബേസിക്കലി ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം ഞാനിപ്പോൾ മേജറായിട്ട് ഇപ്പോൾ ചില ഡയറക്ടേഴ്സിൻ്റെ ഒപ്പമൊക്കെ ഞാൻ റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമൽക്ക, അതുപോലെ തന്നെ റാഫി മെക്കാർട്ടിൻ, അവരൊക്കെ ഒപ്പം ഞാൻ റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദർ ഇസ് എ കംഫർട്ട് സോൺ. അപ്പോൾ അവർക്കും അറിയാം ഞാൻ ഇപ്പുറത്ത് പഠിക്കുകയായിരുന്നു. ഇപ്പോൾ അവരെ കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുകയും എൻട്രൻസ് എഴുതാൻ പോക്കും LLBക്ക് കയറാൻ നോക്കും, അതൊക്കെ. പക്ഷേ അതിനനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും എൻകറേജ്മെൻറ്റും കൊണ്ടാണ് രണ്ടും കൊണ്ടുപോകാൻ പറ്റിയത്, ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മാമിന്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചാപ്റ്റർ ആണ് ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്നത്, റൈറ്റ്? ബഡായി ബംഗ്ലാവ് കാരണം ഇപ്പൊ ഞാൻ നേരത്തെ കുറച്ച് മൂവീസിന്റെ പേര് പറഞ്ഞു, ആ സിലക്റ്റീവ്ലി പറഞ്ഞതിന്റെ റീസൺ ഇസ് ബിക്കോസ് ഞാൻ ഫിലിംസ് കണ്ടു തുടങ്ങിയ സമയത്ത് ഞാൻ റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരുന്ന മൂവീസ് ആണത്. അപ്പോൾ അതില് ഒരു കുഞ്ഞു സീനായിരിക്കാം, പക്ഷെ അത് രജിസ്റ്റേർഡ് ആവും. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് മാമിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ വളരെയധികം രജിസ്റ്റേർഡ് ആയ ഒരു ക്യാരക്ടറാണ് ബഡായി ബംഗ്ലാവിലെ അമ്മായി എന്ന്. ബഡായി ബംഗ്ലാവിന്റെ ആ ഒരു സെറ്റ് എക്സ്പീരിയൻസ് വിത്ത് മുകേഷ് ഏട്ടൻ. അത് എനിക്കെന്ന് വെച്ചാല് ഞാൻ ഡയന സിൽവസ്റ്റർ ആണ് ഈ 2 സിനിമാലയുടെയും ബഡായി ബംഗ്ലാവിന്റെയും ഡയറക്ടർ.
അപ്പോൾ ഡയനയെ സംബന്ധിച്ച് ഞാനും ഡയനയും ഇറ്റ്സ് ലൈക്ക് 20 ഇയേഴ്സിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ സിനിമയിൽ ആദ്യം തുടങ്ങിയപ്പോഴും അത് ആദ്യം ഞാനാണ് തുടങ്ങി വെച്ചത്. ദ ഫസ്റ്റ് ഫീമെയിൽ പ്രസൻറ്റർ വാസ് മീ. സോ അവൾക്കൊരു ഇതുണ്ടല്ലോ, ലൈക്ക് എന്താ പറയുക, ഒരു ടച്ച് വുഡ് സംഭവം ഉണ്ടല്ലോ, ലൈക്ക് ഐ വാസ് എ ലക്കി ആർട്ടിസ്റ്റ് ഫോർ ഹർ. അത് മാത്രമല്ല, ഐ മീൻ ഷീ കുഡ് എൻട്രസ്റ്റ് എവറിത്തിങ് ടു മീ. അപ്പോൾ ഈ ബഡായി ബംഗ്ലാവ് ഹാപ്പൻ ചെയ്യുമ്പോൾ ഐ വാസ് നോട്ട്, ഞാൻ സിനിമയുടെ 1000 എപ്പിസോഡിൻ്റെ ഫംഗ്ഷന് വരികയും ആൻഡ് ദെൻ ഇറ്റ് ഹാപ്പൻ ഇൻ ഏഷ്യാനെറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ആൻഡ് ആഫ്റ്റർ ഐ വാസ് ഗെറ്റിംഗ് ബാക്ക് ടു മൈ വർക്ക്. ആ സമയത്താണ് ഡയന എന്നോട് ഈ കാര്യം പറയണേ. ഞാനിങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളോട് ഞാൻ ചോദിച്ചു, ഈ ക്യാരക്ടർ ഏറ്റെടുക്കാൻ അവരാരും ഏറ്റെടുത്തില്ല എന്നാണ്. ബിക്കോസ് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കാര്യം ഈ പറയണേ, ഓൾ ദ ആക്ടേഴ്സ്, നോട്ട് ടെലിവിഷൻ ബട്ട് ഫിലിം ആക്ടേഴ്സ്, ബട്ട് ദേ ഡിഡ് നോട്ട് ടേക്ക് ഇറ്റ് അപ്പ്. ദേ ഡിഡ് വോണ്ട് ടു, ഐ മീൻ എന്തോ ഒരു ഇൻഹിബിഷൻ സംതിങ്. ബട്ട് ആ സമയത്ത് ഐ വാസ് വാച്ചിങ് കോമഡി നൈറ്റ്സ് വിത്ത് കപ്പിൾ. അതിൻ്റെ അതിന് ഇൻസ്പയർഡ് ആയിട്ടാണല്ലോ ഈ പ്രോഗ്രാം ചെയ്യുന്നത്, കപിൽ ശർമ്മ ഷോ, വിച്ച് ഇസ് വെരി ഫേമസ്. അവിടെയും ഉണ്ട് ആ ഒരു ഓൺടി ക്യാരക്ടർ, അമ്മായി എന്ന് പറയുന്ന ക്യാരക്ടർ. ദാറ്റ് വാസ് എ ലേഡി. മറ്റു ക്യാരക്ടേഴ്സൊക്കെ ആണുങ്ങൾ പെൺവേഷം കെട്ടുകയാണ് കപിൽ ശർമ്മ ഷോയിൽ ഹാപ്പൻ ചെയ്തിരുന്നത്. അപ്പോൾ ദെൻ ഷീ കെയിം ടു മീ ആൻഡ് ടോൾഡ്, ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ് പ്രസിദ്ധ, ഐ കാൻ ഫൈൻഡ് എനിവൺ എൽസ്, സോ വിൽ യു ടേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി ഐ ടേക്ക് ഇറ്റ് അപ്പ്. കാരണം എൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഞാൻ ആസ് എ പേഴ്സൺ ആയിട്ട്, ഐ മീൻ ഒരു ക്യാരക്ടറാണ്, ആ ക്യാരക്ടർ ഹാഡ് എ സ്കെച്ച് ദറ്റ് അമ്മായി ഇങ്ങനെയാണ്, അവർ കല്യാണം നടന്നിട്ടില്ല, പിന്നെ അവർ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അപ്പോൾ അവിടെ ആര് വരുന്നു, അപ്പോൾ അവരിലേക്ക് അവർ കോൺസെൻട്രേഷൻ പോവും, അവർ ഫുഡ് ഭയങ്കരമായിട്ട് ഇതാക്കണം. അപ്പോൾ അവർക്കൊരു ഒരു ഒരു സ്കെച്ച് ഉണ്ട് ഹൗ ഷീ ഈസ് എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ഗുണം എന്താ വെച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് മീ ആസ് പ്രസിദ്ധ ഗോയിങ് ഇൻ ആൻഡ് ഡൂയിങ് ഇറ്റ്. സോ ഓക്കെ, ഐ എം ടേക്കിംഗ് ഓൺ, ഐ എം ഡോണിങ് എ ക്യാരക്ടർ. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മളൊരു ക്യാരക്ടർ പരിവേഷത്തിൽ പോകുമ്പോൾ നമുക്ക് മറ്റു പല കാര്യങ്ങളും മാറ്റി വയ്ക്കാം. അപ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പേഴ്സണലി അവരുടെ, ഐ മീൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ഇത് സാധനം, എന്നെ കളിയാക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു. പക്ഷെ ഇത് ആ ക്യാരക്ടറിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, നോട്ട് മീ. സോ ഐ ഹാഡ് ദറ്റ് തിങ് ഇൻ മൈ ഹെഡ്, ഇറ്റ്സ് നോട്ട് മീ, ഇറ്റ്സ് ജസ്റ്റ് ദ ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് ഐ കുഡ് പ്ലേ ഇറ്റ്. അതെ, ദാറ്റ് വാസ് എ ചാലഞ്ചിങ് തിങ്, ബട്ട് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. തീർച്ചയായിട്ടും അതിന്റെ മാനറിസംസ്, വളരെ സട്ടിൽ എക്സ്പ്രഷൻസും മാനറിസംസും ആണ് എനിക്ക് ക്യാച്ചി ആയിട്ട് ഫീൽ ചെയ്തത്. കാരണം ഇത് ചാടി ചാടി നിൽക്കുന്ന ഒരു നേച്ചർ ആണല്ലോ, മാനറിസംസ് ഉണ്ടല്ലോ. അതെ, അതുപോലെ തന്നെ ഇപ്പം ആര്യയുടെ കാര്യം പറയുകയാണെങ്കിലും എല്ലാവരും വിചാരിക്കുന്നത് നിങ്ങളൊക്കെ അത് തന്നെയാണ്, അത്രയും ആളുകളിലേക്ക് എത്തിയത് കൊണ്ടാണല്ലോ അത്ര അക്സെപ്റ്റൻസ് കിട്ടുന്നത്. അല്ലാതെ ഒരു ടീം വർക്ക് ഇല്ലാണ്ട് ഒരിക്കലും ഒരു പ്രോഗ്രാം സക്സസ്ഫുൾ ആവില്ല. അതിപ്പോ സിനിമ എടുത്ത് നോക്കിയാലും ശരി, ഏത് ഇതെടുത്ത് മേഖല എടുത്ത് നോക്കിയാലും ശരി, എല്ലാം ഒരു ടീം വർക്ക് ആണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വൺ മാൻ ഷോ, വൺ വുമൺ ഷോ. സോ ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ദാറ്റ്. അപ്പൊ അത് എന്തുകൊണ്ടോ ക്ലിക്കായി. ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭയങ്കര ഹിറ്റ് ആവുന്നില്ല. ആദ്യമൊക്കെ ഞങ്ങൾക്ക് അത്ര വലിയ ഫീഡ്ബാക്ക് കിട്ടിയില്ല. പോകും തോറും തന്നെ it became a really massive hit and went for so many seasons and all those things. അവിടെ ഗസ്റ്റ് ആയിട്ട് പോകാനൊരു, അതെ ഗസ്റ്റ് ആയിട്ട് പോയി. അത് പിന്നെ എനിക്ക് മാത്രമല്ല കേട്ടോ, അതിലുള്ള എല്ലാ പടങ്ങളും. കാരണം ഞങ്ങള് ബഡായി ബംഗ്ലാവ് ചെയ്തിരുന്നെങ്കിലും ഞങ്ങൾ സൈമിൾട്ടേനിയസ്ലി പടങ്ങളും ചെയ്തിരുന്നു. അപ്പൊ ഞാൻ സ്റ്റാൻഡപ്പ്, അത് 2019 റിലീസായതാണ്. സ്റ്റാൻഡപ്പും കടത്തനാടൻ കഥ. എനിക്ക് നിങ്ങളുടെ സൈൻ അപ്ലൈയിൽ അത് ഓർഡർ ഉണ്ട്, എൻ്റെ പടം കടത്തനാടൻ കഥ. അപ്പോൾ സ്റ്റാൻഡപ്പിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പ്രൊമോഷന് വന്നപ്പോൾ, ബിക്കോസ് എ പ്രൊമോഷൻ പ്ലാറ്റ്ഫോം ആണല്ലോ ഇവിടെ. അങ്ങനെ ദെൻ ഡയന ആസ്മി, ഓക്കെ യു ഓൾസോ ഡൺ എ ക്യാരക്ടർ ഇൻ ദാറ്റ്, സോ ബി ദ ഗസ്റ്റ്. അതുപോലെ എനിക്ക് മനോജ് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് ഐ എം റൈറ്റ്, ഒരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആൻഡ് കുറച്ചുകൂടി എക്സ്പോഷർ ഉള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്ന് ഈ ബോഡി ഷേമിംഗ് ആയിട്ടുള്ള ഇത് വരുമ്പോൾ ആളുകൾ കോമഡി ആയിട്ടാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തോണ്ടിരുന്നത്. കോമഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബോഡി ഷേമിംഗ് പലപ്പോഴും. അല്ല, അത് എന്തുകൊണ്ടാ വെച്ചാൽ ഈ ക്യാരക്ടറിന് ഒരുപാട് വെച്ചുകെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ഹൗ യു സീ മീ നൗ, അല്ലേ? ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ പിന്നെ ആ ഒരു ക്യാരക്ടറിനെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവരെ കുറിച്ച് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലായില്ലേ? അവർക്ക് പറയാനൊരു വകുപ്പ് ഉണ്ടാക്കുക, ആ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതായിരുന്നു അതിന്റെ മെയിൻ പേർപ്പസ്. അപ്പൊ അതിപ്പോ ഈ പറഞ്ഞ പോലെ ഇല്ല, ഈ ബോഡി ഷേപ്പ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദീസ് തിങ്സ്, ഇറ്റ്സ് ജസ്റ്റ് നോൺസെൻസ് ആയിരുന്നില്ല. ഐ മീൻ അതൊക്കെ അതിന്റെ ആൾക്കാർ ദേ കം അപ്പ് വിത്ത് സോ മെനി അതർ തിങ്സ്. അത് ശരിക്കും അതിന്റെ അതായിരുന്നില്ല അതിന്റെ ശരിക്കുള്ള ക്രക്സ്. മെയിൻ മാറ്റർ വാസ് ദിസ് പെർട്ടിക്കുലർ ക്യാരക്ടർ വാസ് ക്രിയേറ്റഡ് ടു ബി ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ്. അപ്പൊ അത് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മളത് ചെയ്യണേ. അപ്പൊ അതിൽ പിന്നെ ബാക്കി ക്രിറ്റിസിസംസ് ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല, ബേസിക്കലി പറഞ്ഞാൽ. ഐ മീൻ യു ഹാവ് ബീൻ ഇൻട്രസ്റ്റഡ് വിത്ത് സംതിങ്, യു ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്.
അപ്പോൾ ആ സമയത്ത് കോമഡി ചെയ്യുന്നത് എളുപ്പമല്ല എന്ന് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. വളരെ ഏറ്റവും പാടുള്ളത് കോമഡി ചെയ്യാനാണ്, ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. കോമഡി വർക്ക് ആവുന്നത് ഏത് പോയിന്റിലാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെന്നുള്ള കാര്യമുണ്ട്. അന്നുണ്ടായിരുന്ന കുറച്ച് പേരാണ് സുമാരിയമ്മ, അല്ലെങ്കിൽ കൽപ്പന മാം ആണെങ്കിലും മാം ആണെങ്കിലും. അപ്പൊ നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു ലിസ്റ്റ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അല്ല സി ഞാൻ പറയണെന്താ വെച്ചാല് എല്ലാ ആക്ടേഴ്സിനും ദർ ഹൈലി കാലിബേർഡ്. ഓക്കെ, എല്ലാ ആൻഡ് സുകുമാരിയമ്മ വാസ് എ ലെജൻഡ്, കൽപ്പന ചേച്ചി ആ രീതിയിൽ ഷി വാസ് എൻ ഐക്കോൺ, ഷി വാസ് എ ലെജൻഡ്. അപ്പൊ അവരെല്ലാവരും അവരുടെ രീതിയിൽ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ എത്തിപ്പെടാന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലോങ് ജേർണി, പക്ഷെ they all have inspired us so much. എസ്പെഷ്യലി ഞാൻ സുകുമാരിയമ്മയുടെ വലിയൊരു ഫാനാണ്. കാരണം സുകുമാരിയമ്മയുടെ ഐ മീൻ ദ വേ, കാരണം നാടൻ ക്യാരക്ടർ ചെയ്താലും മോഡേൺ ക്യാരക്ടർ ഏതിൽ കൊണ്ടിട്ടാലും ഷീസ് ലൈക്ക് ദിസ് വാട്ടർ ദാറ്റ് വി pour into a bottle. ഏത് ഷേപ്പ് വേണമെങ്കിൽ എടുക്കും, അതുപോലെയാണ്. സോ ബേസിക്കലി പറഞ്ഞാൽ ഐ എം വെരി ഇൻസ്പയർഡ് ബൈ ഓൾ ഓഫ് ദം. അതാണ്. അപ്പൊ നമ്മള് ഒരു ഭാഗ്യം നമ്മളുടെ വെച്ചാൽ നമുക്ക് അവരെപ്പോ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് അവർ മാത്രമല്ല, ഇപ്പം മാളച്ചേട്ടനായാലും അങ്ങനെ പപ്പു ചേട്ടനായാലും എല്ലാവരുടെ ഒപ്പം എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ട് അതിൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എൻ്റെ ലേണിംഗ് പ്രോസസ്സും ആ രീതിയിലാണ്. ബിക്കോസ് ഐ ഡിഡ്ന്റ് ഗോ ടു എ ഫിലിം സ്കൂൾ ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ലേൺ ആക്ടിങ്. സ്റ്റിൽ ഐ ഡോണ്ട് നോ. ഞാൻ ഇപ്പോഴും ഒക്കെ തന്നെ ഐ എം ലൈക്ക് എ ഫ്രഷ് പേഴ്സൺ വെൻ ഐ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ സെറ്റ്. എനിക്കൊന്നും അറിയില്ല. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും. ബിക്കോസ് എന്നാൽ മാത്രമേ എനിക്ക് ആ ക്യാരക്ടറിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. I think that's a good thing. That's a good thing. Because you just have to keep everything aside and then you get into it. Fresh ആയിട്ട് അതെ. അപ്പൊ അതൊക്കെ ഞാൻ ഇവരുടെ ഇംബൈബ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഇവരെങ്ങനെ അവരുടെ അമ്പിളിച്ചേട്ടനായാലും ഒക്കെ അവരുടെ ടൈമിങ് എങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ടൈമിങ് തെറ്റിക്കുമ്പോഴൊക്കെ അവർ ചീത്ത പറയും ചെയ്യും. അവർ പറയും ഇങ്ങനെയല്ല, അതിപ്പോ നീ ആ സീരിയലിന്റെ സെറ്റ് അല്ലെങ്കിൽ ടെലിവിഷൻ സെറ്റ്, ബിക്കോസ് അവരുടെ ടൈമിങ് എന്തായാലും ഡിഫറെന്റ് ആണ്. എല്ലാ ഇതിനും അതിന്റെ ടൈമിങ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ സ്പീഡ് കൂടുതലാണ് സിനിമയ്ക്ക്. മറ്റേത് നോക്കുകയാണെങ്കിൽ സീരിയൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെങ്കിലും ലാഗ് ചെയ്ത് പോകും. അപ്പൊ അതിൻ്റെതായ ബിക്കോസ് നമുക്ക് ആ പൊസിഷൻസ് മാർക്ക് ചെയ്തൊക്കെ പോകണം. സിനിമയിൽ അങ്ങനെയല്ല, അടുത്ത് കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കൗണ്ടറാണ്. പിന്നെ ഇംപ്രവൈസേഷൻസ് ചെയ്യാൻ നമുക്ക്. അപ്പൊ പലതും നമുക്ക് വർക്ക് ചെയ്യണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു തിങ്കിങ് ഓഫ് സേയിങ് ജസ്റ്റ് ദ ഡയലോഗ്. ഇറ്റ്സ് യുവർ ബോഡി ലാംഗ്വേജ്. മൾട്ടി ടാസ്കിംഗ് ആണ്. എൻഡ് ഓഫ് ദ ഡേ യു വിൽ ബി ഡാം ടയർഡ്. ഞാൻ ആക്ച്വലി പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് ഇവരുടെയൊക്കെ കൂടെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് മാമിന്റേത്. ഈ മാം തന്നെയാണ് പറയുന്നത് എന്നെക്കാട്ടി കോമഡി പറയുന്നത് എന്റെ മകനാണെന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. അതെ. പക്ഷെ അവന് എന്താ വെച്ചാല് ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകും. പക്ഷെ അവൻ വെച്ചാൽ വളരെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് സർക്കാസ്റ്റിക്കലി ഭയങ്കരമായിട്ട് കോമഡി പക്ഷെ അവൻ പറയുന്ന രീതി സീരിയസ് ആയിട്ടിരുന്ന് കോമഡി ക്രാക്ക് ചെയ്ത് അതിന് ഇമ്പാക്ട് വേറെയാണ്. അതെ അതെ, നമുക്കല്ല. അപ്പൊ അവൻ എപ്പോഴും പറയും അമ്മ ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുകയായിരിക്കും ചിലപ്പോ, പക്ഷെ അമ്മേനെ ചിരിപ്പിക്കാൻ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അമ്മ ചിരിക്കുന്നു. അപ്പൊ അത് അമ്മ ആയതുകൊണ്ട് ഞാൻ ചിരിക്കല്ല, അതിലെന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിലും ഞാൻ ചിരിക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല ചിരിക്കാൻ വേണ്ടിട്ട്. ആളുടെ കൗണ്ടേഴ്സ് ഒക്കെ ഭയങ്കര ക്ലിക്ക് ആവുന്ന എല്ലാവരും എടുത്തത് ഭയങ്കര സീരിയസ് ആയിട്ട്. അപ്പൊ ഞാനും എന്റെ മകനൊക്കെ ഇടയ്ക്ക് അമ്മമാരുള്ള നമ്മൾ അടി ഉണ്ടാക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ ഈ അടി ഉണ്ടാക്കുന്ന ഇടയിൽ പിറ്റപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്തൊരു ചേച്ചി താമസിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവിടെ വെച്ചെന്നെ ഒരു പക്ഷേ ഇങ്ങനെ അടി ഉണ്ടാക്കി ഞങ്ങൾക്ക് പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു, നീ അപ്പൊ അങ്ങനെ അല്ലടാ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു തന്നു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ മറ്റേ ചേച്ചി എന്താണോ ഒരു എന്താ ഇപ്പൊ അമ്മമാനും ഒക്കെ എന്ന് പറഞ്ഞു. ചേച്ചി എന്താ മോനെ എന്താ ഒരു ശബ്ദമൊക്കെ കേട്ടെ, ഞങ്ങൾ ഇന്നലെ സിനിമ കാണായിരുന്നു. ഇവരൊറ്റടിക്ക് ഈ ഒരു ബന്ധമില്ല, ഫ്ലാറ്റ് ആയിട്ട് അവൻ പറഞ്ഞാണ്. അപ്പൊ അതോ എന്താണെന്നും പറയേണ്ട ആവശ്യമില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഫ്ലാറ്റ് ആയിട്ട് അത് ഞങ്ങൾ ഇന്നലെ സിനിമ കാണായിരുന്നു. അതാണ്. അപ്പൊ ആ രീതിയിലാണ് അവന്റെ ഓരോ. അതെ അതെ അതെ. ആളെ നമുക്ക് ഫിലിമിലേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ? അതിപ്പോ ഇപ്പൊ പഠിക്കല്ലേ. ഇപ്പൊ ആദ്യം ബയോടെക്നോളജി പഠിക്കുകയാണ്. 3rd year ആണ്. ബാംഗ്ലൂരിൽ പഠിക്കും. How old is he now? He's 20 years old. 20 years. Just 20 years. സമയമുണ്ട് നമുക്ക് ആളെ. തീർച്ചയായിട്ടും. കാരണം പഠിത്തം തീരട്ടെ. അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലത്തെ നമുക്ക് ബേസിക്കലി ഡിഗ്രി വേണം. അത് കാരണം നമുക്ക് ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഒരിക്കലും വരാതെ ഈശ്വര ഞാൻ എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അതാണ്. പ്രത്യേകിച്ചും പഠിക്കുന്നവരോടും എനിക്കതാണ് പറയാനുള്ളത്. അച്ഛനമ്മയും അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിനൊരു വാല്യൂ കൊടുക്കണം. അതിൻ്റെ ആ ഒരു എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് അത്
നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ അതൊരു വലിയ കാര്യമായിരിക്കും. അതെ. ഡെഫിനറ്റ്ലി അവനുണ്ട്. ബട്ട് ഞാനിപ്പോ അത് അത്ര ഒരു ഇതാക്കാത്ത ബിക്കോസ് ഐ വോണ്ട് ഹിം ടു ഫിനിഷ് ഓഫ് ഹിസ് സ്റ്റഡീസ് ബിക്കോസ് സിനിമ ഈസ് ഓൾവേസ് ദർ അല്ലെ. സിനിമ എപ്പോഴും ഒരു ഓപ്പൺ ഗേറ്റ് പോലെ ഇരിക്കണം. യു ക്യാൻ കം ഇൻ എനി ടൈം, അതൊരു പ്രശ്നമല്ല. ബട്ട് ലെറ്റ് ഹിം ഫിനിഷ് ദ ബേസിക്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എവറിത്തിങ് ആൻഡ് ലെറ്റ് ഹിം ബി സേഫ് ഇൻ ദാറ്റ് വേ. അതിപ്പോ എന്റെ മകനെ ആയിട്ട് പറയല്ല, ആര് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവരായാലും ഞാൻ എപ്പോഴും പറയുന്നത് എഡ്യൂക്കേഷൻ നിങ്ങൾ സേഫ് ആക്കുക, അത് കഴിഞ്ഞിട്ട് വരാം. ബിക്കോസ് ഇത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഇറ്റ്സ് ലൈക്ക് എ ഗാംബ്ലിംഗ് ബിസിനസ്. കിട്ടുമ്പോൾ കിട്ടും, ചിലപ്പോൾ ഇല്ല, അങ്ങനെയൊക്കെയാണ്. കണ്ടിന്യൂസ്ലി നമുക്ക് ഇതായിട്ട് ഇങ്ങനെ ബാങ് ചെയ്യാൻ പറ്റില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഓക്കെ ഫൈൻ യു ക്ലിക്ക് ഇൻ സച്ച് എ വേ ദെൻ യെസ് വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ഇവിടെ പിന്നെ അവനുള്ള നല്ല പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ യെസ് ഡെഫിനറ്റ്ലി വി ആർ പുട്ടിങ് അപ്പ് പ്രൊഡക്ഷൻ ഹൗസ്, സോ ദാറ്റ് വേ യെസ് ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും പഠിത്തം കഴിയട്ടെ. He's a strategic director. Wow, sure. And my brother Mr. Premchand is the operations director. I am looking at the creative side. അതെ അതെ. Wonderful. Actually RGM സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പക്ഷെ എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ മാമിന്റെ മൈൻഡിൽ? അല്ല, നമ്മൾ ഇൻ ടേംസ് ഓഫ് ഫിലിംസ് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളം മാത്രമല്ല, ഐ മീൻ നമ്മൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. വി ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു ബി സ്റ്റക്ക് ഓൺ ടു വൺ പെർട്ടിക്കുലർ ലാംഗ്വേജ്. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ബാക്കിയൊക്കെ ഇപ്പോൾ അതിൻ്റെതായ നിലയ്ക്ക് നടക്കും. ഞാൻ പറഞ്ഞത് തിയേറ്റർ പ്ലേ പ്രൊഡക്ഷൻസ്, ബിക്കോസ് ഐ യൂസ് ടു ഡു തിയേറ്റർ ഓൾസോ. ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒക്കെ ഐ ഹാവ് ഡൺ ഐലൻഡ് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് അനിത പ്രതാപിൻ്റെ ഒരു പ്ലേ ഞാൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഹാവ് ട്രാവൽ ടു ജപ്പാൻ, ബെർലിൻ, ടു സോ മെനി അതർ പ്ലേസസ്. അപ്പോൾ ഐ വാസ് ഇൻ ടു തിയേറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കറിയാവുന്ന മേഖല തന്നെയാണ് ഞാൻ ഇപ്പുറത്ത് കൂടെ ഇട്ടിക്കുന്ന എല്ലാ വെഞ്ചേഴ്സും. So we will be traveling. It's going to be a great journey. Yes, I think ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിരുന്നില്ലേ? തീർച്ചയായിട്ടും ജനനി. Yes. A mother's journey. അപ്പോൾ അത് എപ്പോഴായിരുന്നു? That happened in 2013. So you had this passion in mind പണ്ടോട്ടെ? Yeah, I mean direction is something which I always wanted to get into, but I thought okay fine, ഇനി ടൈം ഉണ്ടല്ലോ. പക്ഷെ നല്ല എന്തെങ്കിലും നല്ല കണ്ടന്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ നമുക്ക് ശരി ചെയ്യാം അല്ലെങ്കിൽ അത് ഒന്ന് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതും ചെയ്യും. അത് ഷോർട്ട് ഫിലിം ആയിരുന്നു. ഫീച്ചർ ഫിലിം ഐ ഹാവ് നോട്ട് യെറ്റ് looked into, but that might take little while because I've got all the other things to do. അതെ, ഇപ്പോ ഒരു RGM മിനിക്ക് തേച്ച് കുറച്ച് പിടിച്ചൊക്കെ വരണ്ടേ, അതൊന്ന് സ്വന്തം കാലിൽ നിന്നിട്ട് അത്രേ ഉള്ളൂ. നമ്മൾ ഇരുന്ന് കാല് കിട്ടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കേ നോക്കുള്ളൂ. മനസ്സിലായി. എന്തായാലും RGM വലിയൊരു സക്സസിൽ എത്തട്ടെ. നമുക്ക് നല്ല നല്ല മൂവീസ് ആൻഡ് ഫിലിംസ് എവറിത്തിങ് ഈവന്റ്സ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു so much. I had a good time with you. Thanks a lot and thanks for your time also. Thank you. Thanks a lot.